നല്ലൊരു മോളാണ്. ഞങ്ങൾ ഹരിതകർമ്മസേനയുടെ വർക്കും കൂടെ ചെയ്യുന്ന ആളാണ്. ഞാൻ 19-ാം വാർഡിൻ്റെ സീരീസ് മെമ്പറാണ്. എനിക്ക് ഇവിടെ പ്ലാസ്റ്റിക് എടുക്കാൻ വന്ന സമയത്ത് 2 പ്രാവശ്യം ഞാൻ ജിസ്മോളെ കാണുകയുണ്ടായി. നല്ല ഒരു സമീപനമാണ് ഞങ്ങളോട് മോള് സംസാരിച്ചത്. അതുപോലെ തന്നെ കാണുമ്പോഴൊക്കെ നിറപുഞ്ചിരിയോട് കൂടിയുള്ള സംസാരമായിരുന്നു. നമുക്കൊരു വിദ്വേഷം വെറുപ്പോ തോന്നുകയില്ലായിരുന്നു. ഞങ്ങൾ മോള് മരിക്കുന്നതിന് ഒരു 4-5 ദിവസം മുൻപിൽ ഹരിതകർമ്മസേനയുടെ വർക്കുമായി ബന്ധപ്പെട്ട് ഞാനും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മഹേശ്വരിയും കൂടെ വന്നിരുന്നു. അന്ന് കാണാൻ പറ്റിയില്ല. ഈ മരിച്ച കുഞ്ഞു മോളെ ഞങ്ങൾ അവിടെ ജോലി ചെയ്ത നമ്മുടെ മോളി ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന കണ്ട് കുഞ്ഞ് അല്ലാതെ ഒരു ഇതായിരുന്നു മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ അന്ന് ഞങ്ങൾക്ക് ജിസ്മിയെ കാണാൻ പറ്റിയില്ല. കാരണം അവരുടെ അകത്ത് ഇരുന്ന് ഞങ്ങൾ പ്ലാസ്റ്റിക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബീന ടീച്ചർ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഉച്ച വെച്ച് ജിസ്മോയുടെ അമ്മായിയച്ഛൻ, അതായത് ജിമ്മിയുടെ ഫാദറും അതുപോലെ തന്നെ അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഈ വിലയ്ക്കുന്ന ചേച്ചിയോട് ചോദിച്ചു, മോളി ചേച്ചി എന്താണ് ഈ ബീന ടീച്ചർ അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി ഒന്നും ഞങ്ങളോട് മിണ്ടിയില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ എൻ്റെ കൂട്ടുകാരത്തോട് പറഞ്ഞു. അതുപോലെ തന്നെ ആ ജോലിക്കുന്ന ചേച്ചിയോടും പറച്ചിലുണ്ടായി, ബീന ടീച്ചർ എന്നെ ഇതുപോലെ കിടന്ന് ബഹളം വയ്ക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ചേച്ചി ഒന്നും മിണ്ടിയില്ല. പക്ഷെങ്കിൽ ഞാൻ സത്യത്തിൽ അറിയണത് ഈ ജിസ്മോൾ മരിച്ചതിന് ശേഷമാണ് ബീന ടീച്ചർക്ക് ഇങ്ങനെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് അറിയുന്നത്. പക്ഷെങ്കിൽ അന്ന് കേട്ട ടീച്ചറിൻ്റെ അന്നത്തെ ബഹളം കേട്ടാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ അസുഖമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു സത്യത്തിൽ. പക്ഷേങ്കിൽ ഒച്ച വെച്ചത് അവരുടെ ഭാര്യ ഭർത്താവും കൂടെയാണ്. ജിസ്മോളുടെ ഒച്ചയോ കാര്യങ്ങളൊന്നും കേട്ടില്ല. പക്ഷേ എനിക്ക് ആ മോളോട് അന്ന് കണ്ടിട്ട് ഒരു ദുഃഖഭാവത്തോടു കൂടിയാണ് കുഞ്ഞു മോള്, ഇളയ കുഞ്ഞ് നിൽക്കുന്നത് കണ്ടത്. അത് ഇങ്ങനൊരു മരണം ഉണ്ടായപ്പോൾ സത്യം പറഞ്ഞ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര വേദനയാണ്. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനൊരു കുടുംബിനിയാണ്, 4 മക്കളുടെ അമ്മയാണ്. പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു അപകടം ഉണ്ടാകിയാലായിരുന്നല്ലോ എന്ന് സംസാരിച്ചത്. ഞങ്ങൾ 2 വട്ടം വന്നിട്ടുണ്ട് അവരുടെ വീട്ടിൽ. ജിസ്മി അന്നേരം ഞങ്ങൾക്ക് പ്ലാസ്റ്റിക്കും തന്നിട്ടുണ്ട്, അതുപോലെ ഹരിതകർമ്മസേനയുടെ കാർഡും തന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞങ്ങൾ അന്നേരം അതിനകത്ത് വേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ മോളെ ഇത് എടുക്കാൻ പറ്റാത്ത സാധനം ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങളോട് പറയും, ചേച്ചി കുഞ്ഞ് പിള്ളേരുള്ളത് കൊണ്ട് ആ ചീത്തയുള്ള സാധനം അതിനകത്ത് ആയിപ്പോയി, അതങ്ങ് മാറ്റി വെച്ചേക്കാം, അടുത്ത തവണ വരുമ്പോഴത്തേക്കും നമുക്കത് വൃത്തി തരാമെന്നാണ് പറയുന്നത് എന്നുള്ള 2 പ്രാവശ്യം വന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളൂ. 2 പ്രാവശ്യം നല്ല ഇടപെടലായിരുന്നു. എനിക്കൊരു കുറ്റം മോളെക്കുറിച്ച് പറയാനില്ല. ചിരിച്ച മുഖമായിരുന്നു. വീട്ടുകാരെ നന്നായിട്ട് അറിയാം. അവരെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മൂത്ത മകൻ ടീച്ചർ സോഷ്യൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അന്നേ എൻ്റെ കുഞ്ഞിനോട് മാർക്കിൻ്റെ കാര്യത്തിൽ ഞാൻ ടീച്ചറെ പറഞ്ഞിട്ടുണ്ട്. കാരണം എത്ര നന്നായിട്ട് എഴുതിയാലും കുഞ്ഞിനൊന്നും മാർക്ക് കൊടുക്കത്തില്ലായിരുന്നു. അതോടൊപ്പം അതേപോലെ ആൻസർ എഴുതുന്ന പിള്ളേർക്ക് ഫുൾ മാർക്ക് കൊടുത്താലും മോന് കൊടുക്കില്ലായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് ടീച്ചറുമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബീന ടീച്ചറിനെ പറ്റി പൊതുവായിട്ട് പറയുകയാണെങ്കിൽ, ടീച്ചറും ഞാനുമായിട്ട് പേഴ്സണൽ ഒരു കുഴപ്പമില്ല. പക്ഷേങ്കിൽ പൊതുവേ ടീച്ചറിന് പിള്ളേരെ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഒരു പക്ഷാഭേദം ഉണ്ടായിരുന്നു. അതെവിടെയും ഞാൻ തുറന്നു പറയും. പക്ഷാഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒരുപോലെ എഴുതി കഴിഞ്ഞാൽ ആ എഴുതുന്ന മാർക്ക് ഒരു രീതിയിൽ അത് പാവപ്പെട്ടത് വെച്ചാണോ അതോ മാർക്കിനകത്ത് നന്നായിട്ട് ഒരേപോലെ 2 കുട്ടികൾ ആൻസർ എഴുതി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് മാർക്ക് കുറവേ കൊടുത്തിരുന്നുള്ളൂ. ജിമ്മി ഇങ്ങനെ ഒരു മോൻ ഉണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് മോനുമായിട്ട് യാതൊരു പരിചയമില്ല, പെങ്ങന്മാരുമായിട്ട് യാതൊരു പരിചയമില്ല ടീച്ചറുമായിട്ട്. അതുപോലെ തന്നെ ടീച്ചറിൻ്റെ സഹോദരൻ ബിനോയ് ചേട്ടനായിട്ട്, മുൻ വാർഡ് മെമ്പറായിരുന്നു, അതുപോലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു പഞ്ചായത്തിൻ്റെ. ചേട്ടനെ സംബന്ധിച്ച് ഒരു കുറ്റവും ഞാൻ പറയത്തില്ല. കാരണം ഞങ്ങളോട് നിന്ന് 5 വർഷവും നല്ല രീതിയിലാണ്. പക്ഷേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നീതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ബിനോയ് ചേട്ടന് പെങ്ങളെന്നോ മരുമകനെന്നോ കാണാതെ ഈ നീതിക്ക് വേണ്ടിയിട്ട് അത് ബിനോയ് ചേട്ടൻ തീർച്ചയായിട്ടും പൊരുതണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നത്. ബിനോയ് ചേട്ടൻ മരിച്ച ജിസ്മോക്കും കുഞ്ഞുക്കും വേണ്ടി ഇറങ്ങിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇറങ്ങത്തില്ലായിരുന്നു. ബിനോയ് ചേട്ടനെ സംബന്ധിച്ച് ഒരു കുറ്റവും എനിക്ക് പറയാനില്ല. കാരണം ബിനോയ് ചേട്ടൻ നീതിയുടെ ഭാഗത്ത് നിൽക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഡിപ്രഷൻ ഉണ്ടോ എന്നൊക്കെ ഈ ഒരു പെണ്ണ് ഗർഭിണിയായി കഴിയുമ്പോൾ ഇതിലെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചൊരു ഫോമുണ്ട്. ആ ഫോം എല്ലാം ഫില്ലപ്പ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ജിസ്മോൾ പറയുകയും എല്ലാ കാര്യങ്ങളും. ഡിപ്രഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ചിലർക്കുണ്ടല്ലോ മൂകത, ഡിപ്രഷൻ, കുഞ്ഞുങ്ങളോടുള്ള ഒരു ആദ്യത്തെ കൊച്ചുണ്ടായിരുന്നു. അതിന് മുമ്പായാലും അങ്ങനെയുള്ളൊരു ഇതെല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചോദിക്കും. ഞങ്ങളുടെ ജയിപ്പിച്ചന്മാരാണ് ചോദിക്കുന്നത്. അത് ചോദിക്കുന്നത് അതെല്ലാം ഫില്ലപ്പ് ചെയ്യാറുണ്ട്. അതിനെല്ലാം നല്ലൊരു അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല, ഡിപ്രഷനില്ല, അതുപോലെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അതെല്ലാം ഫോമേ ഫില്ലപ്പ് ചെയ്യുന്ന. അങ്ങനെ ഞങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ജയിപ്പിച്ചതിനോട് അല്ല ഞാനുമായിട്ട് നല്ല ഇതാണ്. അപ്പോൾ അവരോടായാലും പറയുമായിരുന്നെങ്കിൽ നമുക്ക് എന്താണെന്ന് പ്രശ്നം അറിയാമായിരുന്നു. അങ്ങനെ ഒന്നും നമ്മളോട് ഇന്ന് വരെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അല്ല, ഈ പിള്ളേരെയും കൂട്ടി ഇങ്ങനെ ഇറങ്ങി പോകും തോന്നുന്നുണ്ടോ? ഇല്ല, പോകത്തില്ല, ഒരിക്കലും പോകത്തില്ല ജിസ്മോള്. അത് പോകും നമുക്ക് തോന്നുന്നേ ഇല്ല. കൊച്ചു അതുപോലെ നമ്മളോട് ഇടപെടുന്നത് അങ്ങനെ പോകത്തില്ല, ഒരിക്കലും പോകുന്നില്ല. ഇല്ലില്ല.
വിശ്വാസം അതാണ്, അങ്ങനെ പോകത്തില്ല. സ്വയമേ അങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള അത്രയും ബോൾഡായിട്ടൊരു പെണ്ണ് ഇറങ്ങി പോവുക, അതും വക്കീല്, അങ്ങനെ പോകുന്നു നമുക്ക് ഉണ്ടായിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.